പ്രതിമാനാച്ഛാദന വിവാദത്തിൽ വെള്ളാപ്പള്ളിയെ വെള്ളപൂശി മുഖ്യമന്ത്രി തന്നെ ഒഴിവാക്കിയതിനു പിന്നിൽ വെള്ളാപ്പള്ളിയല്ലെന്നും കത്തയച്ചത് നിർബന്ധിച്ചാവാമെന്നും മുഖ്യമന്ത്രി ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കെ.ജി. ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ അല്ല എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കടുത്ത സമ്മർദ്ദം മൂലം തന്നോട് പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കടുത്ത അസംതൃപ്തി UDF നേതൃത്വത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലും കടുത്ത അസംതൃപ്തി വെള്ളാപ്പള്ളി നടേശനെതിരെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ വെള്ളപൂശിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് BJP ആണെന്നാണ് സൂചന എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് RSSനെയോ BJPയോ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെമ്പാടും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം RSSനെയും BJPയെയും സംസ്ഥാനത്ത് വളർത്താൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറും. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട് എന്ത് എന്നുള്ളതും ശ്രദ്ധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാമി കെ.ജി. ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിക്കെതിരെ VS വെള്ളാപ്പള്ളി വെറും കടലാസ് പുലിയാണെന്ന് VS പറഞ്ഞു. ഇക്കാര്യം മോദി അധികം വൈകാതെ തന്നെ തിരിച്ചറിയുമെന്നും VS പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്തൊക്കെ കാര്യങ്ങളാണ് VS പറഞ്ഞത്? ശ്രീനാരായണീയരെ ഉപയോഗിച്ച് 10 തുട്ടുണ്ടാക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നത്. അവരെ വിറ്റ് തുലയ്ക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളിയുടേത്. താമസിയാതെ മോദിയും വെള്ളാപ്പള്ളി ആരാണെന്ന് മനസ്സിലാക്കും. അതേസമയം ആർ ശങ്കറിനെ വെള്ളാപ്പള്ളിയും നരേന്ദ്രമോദിയും ചേർന്ന് RSSകാരനാക്കാനുള്ള നീക്കം അപലപനീയമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സാമൂഹ്യ നേതാക്കളെയും അതുപോലെ പ്രശസ്തരായ നേതാക്കളെ മുഴുവനും പൈതൃകം RSS ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊല്ലത്ത് സംഭവിച്ചതെന്നും VS അച്യുതാനന്ദൻ ആരോപിച്ചു. കൊല്ലത്ത് നിന്നും രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിമാ വിവാദത്തിൽ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ലെന്ന് കത്തിൽ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി വിട്ടുനിന്നത് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് KC ജോസഫ് പറഞ്ഞു. ദില്ലിയിലേക്ക് മടങ്ങാനായി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴാണ് കൊല്ലത്ത് ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിച്ചത്. കേരള ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തന്നെ ഒഴിവാക്കിയ നടപടി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ശ്രമിക്കേണ്ടതായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ മോദി എങ്ങനെ പ്രതികരിക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാനാവാത്തതിൽ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തന്റെ എല്ലാ പ്രതിഷേധവും ഈ വാചകത്തിൽ ഒതുക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ ജാഗ്രതയിൽ സംശയമുണ്ടെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് പിൻവലിച്ചതിലെ വസ്തുത പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകണമെന്നും KC ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘാടകർ തന്നെ ക്ഷണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിലാണ് ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടല്ല, മറിച്ച് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി കൊല്ലം പരിപാടി റദ്ദാക്കിയത്. അതിനുശേഷം PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പരിപാടിയിൽ മാത്രമേ സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയുള്ളൂവെന്നും മന്ത്രി KC ജോസഫ് കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്തെ ആർ ശങ്കർ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്തെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. വിവാദം മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയും ചേർന്നുള്ള നാടകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ മോദിയും ഉന്നത BJP നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രതികരിച്ചു.
പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി RSSന് വിധേയനായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശാശ്വതി ഗാനന്ദിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് കോടതി നിർദ്ദേശിച്ചു. ശാശ്വതി ഗാനന്ദിയുടെ ദുരൂഹമരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഫ് കയറ്റുമതി കമ്പനിയിൽ നിന്നും BJP 2.5 കോടി രൂപ സംഭാവന കൈപ്പറ്റിയതായി രേഖകൾ. ബീഫ് കയറ്റുമതി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കിയ കാലയളവിൽ തന്നെയാണ് സംഭാവന കൈപ്പറ്റിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കമ്പനി എന്നറിയപ്പെടുന്ന അലാന സൺസ് ലിമിറ്റഡിൽ നിന്നാണ് സംഭാവന പിരിച്ചത്. ഇപ്പോൾ ദില്ലിയിൽ നടന്നിരുന്ന BJP കോർ കമ്മിറ്റി യോഗം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കുകയാണ്. So now we have discussed about the strategy, the roadmap and blueprint for facing the assembly elections. This time after the local body elections, there is an all-round enthusiasm amongst the party workers and the supporters, and for the first time in the history of Kerala, this frozen polity of fight between two fronts is already broken, and the NDA is entering the arena in a big way. So we have assigned responsibilities to the various leaders with regard to talking to the allies and preparation of the vision document, preparing a charge sheet against both the fronts, UDF which is in power today and LDF which has been ruling alternately. So all these issues have been taken up, and the work has been distributed between the senior leaders of Kerala. See, regarding the organizational elections, it is not taken up today. So because the elections are fast nearing, so we concentrated on our preparation and implementation of the election related issues. ദില്ലിയിൽ നടന്ന BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു H. രാജ. BJP സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. ചർച്ചകൾ ഇനിയും തുടരും.